അപ്പോൾ നമ്മളിന്ന് ഊരകം മലയുടെ ഭംഗി ആസ്വദിക്കാനാണ്. അപ്പോൾ ഞങ്ങൾ മലപ്പുറത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഞങ്ങൾ മലപ്പുറത്തുകാരാണ്. ഇത് നമ്മളെ മലപ്പുറം സിവിൽ സ്റ്റേഷന് നേരെ ഫ്രണ്ടിൽ ഓക്കെ, നേരെ ഫ്രണ്ടിൽ മലപ്പുറം സിവിൽ സ്റ്റേഷൻ. പിന്നെ ചർച്ച് ഉണ്ട്. പിന്നെ മലപ്പുറം കറക്റ്റ് സെൻറ്ററിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് യാത്ര തിരിക്കാം. നമ്മൾ പാണക്കാട് ഏരിയയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ പിറകെ കാണുന്ന നമ്മുടെ മലപ്പുറത്തെ MP കുഞ്ഞാലിക്കുട്ടിയുടെ വീടാണ്. ഇല്ല, ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ലക്ഷ്യം ഊരകം മലയാണ്. നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്തിരിക്കാം. ഓക്കെ ഗായ്സ്, നമ്മളിപ്പോൾ പൂളാപ്പീസ് എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുണ്ട്, പെട്രോൾ പമ്പ്. ഈ പെട്രോൾ പമ്പ് കഴിഞ്ഞ് ഒരു 50 മീറ്റർ ഉണ്ടാവില്ല, കുറച്ചുള്ളൂ. നമുക്ക് ലെഫ്റ്റിലേക്ക് ഒരു റോഡുണ്ട്. ആ റോഡിൽ നമ്മൾ തിരിഞ്ഞു.
ഗൈസ്, നമ്മൾ ഊരകം മലയിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇത് അതിൻ്റെ ഊരകം മലയ്ക്കുള്ളൊരു നടപ്പാതയാണ് ഈ ഒരു കാണുന്നത്. പക്ഷേ ഇത് ഊരകം മലയ്ക്കുള്ള നടപ്പാതയാണെങ്കിൽ ഇവിടെ ഒരു കോറി നല്ല ഉഷാറായിട്ട് നടന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ റോഡ് ഇത്രയും വീതിയുള്ളത്. പിന്നെ ആ കാണുന്നതാണ് ഊരകം മല. നമ്മൾ അങ്ങോട്ടാണ് ഇനി കയറി പോകാനുള്ളത്. ക്യാമറമാൻ കുഴങ്ങിയിട്ടുണ്ട്. സത്യം പറയാലോ, അത്യാവശ്യം കയറ്റമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നല്ല ഭംഗിയുള്ള ഒരു വഴിയൊക്കെ കാണാണ്ട്. നമുക്ക് അങ്ങോട്ടൊന്നും പോട്, നമുക്ക് ഇതുവഴി നേരെ മേലെ കയറാം. ഓക്കെ ഗൈസ്, ആ കാണുന്നതാണ് നമ്മൾ കയറി വന്ന വഴി. അപ്പോൾ വളരെ കുത്തനെയുള്ള കയറ്റമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ഷീണം വരും. കാരണം ഒരു ശരാശരി കയറ്റം പോലുള്ള കുറച്ച് കുത്തനെയാണ്. അതുകൊണ്ട് നല്ല എനർജി നമുക്ക് വേസ്റ്റ് ആക്കേണ്ടി വരും. പക്ഷേ എന്നാലും കുഴപ്പമില്ല, കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ കാണുന്ന ഒരു അമ്പലമാണ്. പഴയ കാലത്തുള്ള ഒരു അമ്പലമാണ്. അതായത് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഇതാണ്. വളരെ പഴയ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു അമ്പലമാണ്. കണ്ടില്ലേ, എല്ലാം പഴയ പോലെ തന്നെ. ഈ ക്ഷേത്രത്തിൻ്റെ പേര് എനിക്ക് തോന്നുന്നത് ശങ്കരനാരായണ ക്ഷേത്രം എന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. തൊട്ട് പിറകിൽ കാണുന്നതാണ് ക്ഷേത്രം. ഇത് വളരെ പുരാതന കാലത്ത് നിർമ്മിച്ചിട്ടുള്ളതും കാലങ്ങൾ കൊണ്ട് കുറേ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ഇതിൻ്റെ റൂഫും കാര്യങ്ങളൊക്കെ കാലങ്ങളായിട്ട് നശിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളും അവശേഷിക്കുന്ന കുറേ വസ്തുക്കളുമാണ് ഈ കാണുന്നത്. നേരത്തെ കണ്ടില്ല ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ വേറൊരു അവശേഷിക്കുന്ന ഒരു റിമൈൻസ് ആണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ല, ഫുള്ള് കാടൊക്കെ പിടിച്ച്.
ഗായ്സ്, അവസാനം നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഊരകമല, അതായത് വേങ്ങരയുടെ ഏറ്റവും ഭംഗിയുള്ള ഒരു വ്യൂ പോയിൻ്റാണ് ഈ ഊരകമല. ഈ കാണുന്ന കണ്ടില്ലേ, അവിടെ താഴെ ഒരു കോറിയുണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടുന്ന് നമ്മൾ ആ സൈഡ് കാണുന്നതാണ് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ. കാലിക്കറ്റ് എയർപോർട്ട് വരെ നമുക്ക് കാണാൻ പറ്റും. അവിടുന്ന് ഫ്ലൈറ്റ് പൊങ്ങുന്നതും താഴുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ ഒരു മലയുടെ പ്രത്യേകത. പിന്നെ ഈ ഒരു മലയിൽ നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ട് അതോറിറ്റിയുടെ ഒരു സിഗ്നൽ ടവർ ഇവിടെ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ അത് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. വളരെ നല്ല ഒരു അനുഭവമായിരുന്നു. ഞങ്ങൾക്ക് ഊരകമലയിൽ എത്തുവോളം പ്രതീക്ഷയിലുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഊരകമലയിൽ കയറാൻ തുടങ്ങിയത് തൊട്ട് മുതൽ ഞങ്ങൾക്ക് വളരെ ദയനീയമായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് തോന്നിയത്. കാരണം നമുക്കറിയാം, ഇവിടെ പല പ്ലാസ്റ്റിക് കവറുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, എല്ലാ പ്ലാസ്റ്റിക് ഐറ്റംസും ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ നിക്ഷേപിച്ച് കിടക്കണം. ഇത് വളരെ ഒരു എന്താ പറയുക, ഒരു ദയനീയമായ ഒരു അവസ്ഥയാണ്. കാരണം നമ്മൾ ഒരു പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ വരുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ നശിപ്പിക്കാനല്ല വരുന്നത്. അതിൽ നിന്ന് നമുക്ക് ഒരു ആസ്വാദനം അതുണ്ടാക്കാനാണ് നമ്മൾ വരുന്നത്. പക്ഷേ ഇത്തരം പ്ലാസ്റ്റിക് പലതും നമ്മൾ ഇവിടെ നിക്ഷേപിക്കുന്നത് കാരണം ആ പ്രകൃതിയുടെ ഭംഗി തന്നെ നമ്മൾ നശിപ്പിച്ച് കളയാണ്. കാരണം ഇവിടെ ഇത്രയും കാണുന്നത് മാത്രമല്ല, ഞങ്ങൾ പോരുന്നത് തൊട്ട് ഇതുവരെ ഇവിടെ എത്തുവോളം നിറയെ പ്ലാസ്റ്റിക് തന്നെയാണ്. പക്ഷേ ഈ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് ഒരുപാട് വിപത്തുകൾ ഉണ്ടാക്കും. പിന്നെ നമുക്ക് ഏതായാലും നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ടവർ കാണാൻ പോകാം. ഗൈസ്, എൻ്റെ തൊട്ട് പിറകിലുള്ളതാണ് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ സിഗ്നൽ ടവർ. അതായത് ഏറ്റവും ഹൈറ്റുള്ള സ്ഥലത്തായതുകൊണ്ട് ഫ്ലൈറ്റ് വരുമ്പോൾ അവർക്ക് ഒരു സിഗ്നലായിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സിഗ്നൽ ടവറാണ് ഇത്. രാവിലെയും അതുപോലെ രാത്രി ഒരു വൈകുന്നേരം ആകുമ്പോൾ ഇത് ലൈറ്റ് കത്തി, പിന്നെ നേരം വെളുത്ത് ഒരു 6 മണി വരെ ഈ ലൈറ്റ് കത്തിക്കൊണ്ടേയിരിക്കും. ഓക്കെ ഗായ്സ്, ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് തൊട്ട് മുതൽ വളരെ വിഷമം തോന്നിയ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു. ഞങ്ങൾ പുറമെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ, പക്ഷേ ഇവിടെ വന്നപ്പോഴും നല്ല ഭംഗിയാണ്. പക്ഷേ മനസ്സിനെ സങ്കടപ്പെടുത്തിയ ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ നിറയെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇത് മാത്രമല്ല കേട്ടോ, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഇതുപോലെ ചിന്നി ചിതറി കിടക്കുകയാണ് ഇവിടെ ഈ ഏരിയയിൽ കംപ്ലീറ്റ് നിറഞ്ഞ് കിടക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രകൃതി ഭംഗിയുടെ ആ ഒരു ഭംഗി അങ്ങനെ നഷ്ടപ്പെടുകയാണ്. അത് നമുക്ക് വല്ലാത്തൊരു സങ്കടമാണ്. പിന്നെ ഇനിയും നിങ്ങൾ ദയവ് ചെയ്ത് ഇനി ഈ ഏരിയ എന്നല്ല വേറെ ഏത് സ്ഥലത്തേക്കും നിങ്ങൾ ട്രക്കിങ്ങിനോ ഹൈക്കിങ്ങിനോ മല കയറാൻ എങ്ങനെയാണെങ്കിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ദയവ് ചെയ്തിട്ട് പ്ലാസ്റ്റിക് കവറുകൾ കയ്യിലുണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ബാഗിൽ തന്നെ നിക്ഷേപിച്ചിട്ട് തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, അത് നിക്ഷേപിക്കണം ദയവ് ചെയ്തിട്ട്. കാരണം ഇത്രയും നല്ല ഒരു ഭംഗിയുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ പ്ലാസ്റ്റിക്കൊക്കെ കുമിഞ്ഞ് കൂടുമ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി അങ്ങ് നഷ്ടപ്പെടുകയാണ്. പിന്നെ ഞങ്ങളുടെ ചാനലിൻ്റെ പ്രധാന ഒരു സ്ലോഗൻ എന്ന് പറഞ്ഞാൽ നോ ഡ്രഗ്സ് നോ പ്ലാസ്റ്റിക് സേവ് നേച്ചർ എന്നാണ്. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നവർ ദയവായിട്ട് ഇത്തരം സ്ഥലത്തിലേക്കൊക്കെ വരുമ്പോൾ ഒരിക്കലും പ്ലാസ്റ്റിക് കവറുകൾ, പ്ലാസ്റ്റിക് വേസ്റ്റ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊണ്ടുവരാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിനെ മാക്സിമം നമ്മൾ പ്ലാസ്റ്റിക് ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ പ്രകൃതിയിലേക്ക് മാക്സിമം നമ്മൾ ഇറങ്ങണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നാളെയും നമുക്ക് വേറെ തലമുറകൾ വരാനുണ്ട്. നാളത്തെ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഉപകാരമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി മാക്സിമം അവർക്കും വേണം. നമ്മൾ ഈ പ്രകൃതി ഇത്രയും ആസ്വദിക്കുന്ന പോലെ അവർക്കും ആസ്വദിക്കാനുണ്ടാവും, അവർക്കും ആഗ്രഹങ്ങളുണ്ടാവും ആസ്വദിക്കാനുള്ള. അത്തരം ഒരു അവരുടെ ആഗ്രഹം കൂടി പരിഗണിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി നമ്മൾ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബാഗിൽ തന്നെ വെച്ചിട്ട് അത് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഡിസ്പോസ് ചെയ്യണം മാക്സിമം. ഇത്തരം പ്രകൃതിയിൽ ഇങ്ങനെ നമ്മൾ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രകൃതിക്ക് തന്നെ ഒരു ദോഷമാണ്.
അപ്പോൾ ഗൈസ് ഞങ്ങളെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താഴെ ഒരു കമൻറ്റ് ബോക്സ് ഉണ്ടാവും. ആ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലപ്പെട്ട എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങളെ പറ്റിയുള്ള എല്ലാ അഭിപ്രായങ്ങളും, ഞങ്ങളെ വീഡിയോനെ പറ്റി ക്വാളിറ്റി, അതുപോലെ ഞങ്ങളെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ ദയവ് ചെയ്ത് രേഖപ്പെടുത്തണം. കാരണം ഞങ്ങൾക്ക് അടുത്ത വീഡിയോക്ക് ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ. ആ വീഡിയോ എങ്ങനെ ഇരിക്കണം, ഏതുപോലെ ആവണമെന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് ഞങ്ങൾക്ക് അനിവാര്യമാണ്. കൂടെ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നേരെ സൈഡിലൊരു ബെല്ലൈക്കൺ കാണും. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ സൈനിങ് ഓഫ് ട്രെക്കിംഗ് ഡ്യൂഡ്സ് ഗായ്സ്. അപ്പോൾ നമ്മൾ അവസാനം നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു, ഉരുകുമല. അതായത് ഭാവിയിൽ ഞങ്ങളുടെ ചാനലിൽ കാണുന്ന വ്യൂവേഴ്സ്, അതായത് ഇനി ഞങ്ങളുടെ വീഡിയോ മാക്സിമം താങ്കൾ ഷെയർ ചെയ്ത് ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപാടി. അപ്പോൾ ഗായ്സ്, നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ കൂടെ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് നേരെ താഴത്തൊരു ചുവന്ന എഴുത്ത് കാണും, കണ്ടില്ലേ? അതിന് നേരെ അപ്പുറത്ത് ബെല്ലുണ്ടാവും. ആ രണ്ടും ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബെല്ലിൻ്റെ ഒരു സൗണ്ടും കേൾക്കാം. നേരെ ഞങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ മാക്സിമം ഞങ്ങളെ വിജയിപ്പിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ സൈനിങ് ഓഫ് ട്രെക്കിംഗ് ഡ്യൂഡ്സ്.